ടോപ്പ് ട്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ SCERT കേരള പബ്ലിഷ് ചെയ്ത ഓണം എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 മുതൽ 4 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ എല്ലാത്തിനും ഓരോ മാർക്കാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, some statements are given about lenses. What are the correct statements regarding the convex lens? ഓക്കെ, അപ്പോൾ ലെൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അതായത് രണ്ട് ലെൻസിനെയും കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മുകളിൽ തന്നിരിക്കുന്നത്. ഇതിൽ കോൺവെക്സ് ലെൻസിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. പ്രൊഡ്യൂസസ് എ വെർച്വൽ ഇമേജ്. പ്രൊഡ്യൂസസ് എ വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ ചില സമയം എന്ന് പറയുമ്പോൾ ഒറ്റ കേസ് മാത്രമേ നമുക്ക് കോൺവെക്സ് ലെൻസിൽ വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കേസ് ഇല്ല. അപ്പം ആ ഒരു കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഫോക്കൽ ലെങ്ത്തിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴാണ്. അതായത് ലെൻസിൻ്റെയും ഫോക്കൽ ലെങ്ത്തിൻ്റെ ഫോക്കസ് പോയിന്റിൻ്റെയും നടുവിൽ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ മാത്രമാണ് കോൺവെക്സ് ലെൻസിൽ എന്തുണ്ടാവുന്നത്, വെർച്വൽ ഇമേജ് ഉണ്ടാവുന്നത്. അല്ലാത്ത പക്ഷം എല്ലാം എന്തായിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസസ് എ റിയൽ ഇമേജ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അതൊരു കൺവെർജിങ് ലെൻസ് ആണ്. അപ്പോൾ കൺവെർജിങ് ലെൻസ് ആണ്, അതുപോലെ തന്നെ എന്താണ്, റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്, കോൺവെക്സ് ലെൻസിനുണ്ട്. നമ്മളുടെ ഒബ്ജക്റ്റിനെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ബിയോണ്ട് വെക്കുന്ന സമയത്ത് എന്താണ് വരുന്നത്, റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എന്താണ്, കോൺവെക്സ് ലെൻസിൽ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് നമുക്ക് സ്ക്രീൻ വെച്ചാൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഇമേജിന് പറയുന്നതാണ് എന്ത്, റിയൽ ഇമേജ് എന്ന്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പവർ വിൽ ബി നെഗറ്റീവ്. പവർ വിൽ ബി നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കോൺവെക്സ് ലെൻസിന് എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള പവർ ആയിരിക്കും, നെഗറ്റീവ് പവർ ഉണ്ടാവാറില്ല. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് അല്ല, അത് റോങ് ആണ്. പിന്നെ വരുന്നത് മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ആ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഇമേജ് ഇൻവേർട്ടഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കറക്റ്റ് അബൌട്ട് എ വേവ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അപ്പോൾ ഒരു വേവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്, അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ വേവ് മൂവിങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നു, വേവ് സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വേവ് അല്ലെങ്കിൽ ഒരു വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഈ ഒരു ABCD എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, വേവ് ഡിക്രീസ് ആകുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ആവും. ഇത് സെയിം കേസാണ്, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്നും കുറയുന്നുള്ളതാണ്. അതേപോലെ തന്നെ വേവ് ലെങ്ത് ഇൻക്രീസസ് ഫ്രീക്വൻസി റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പോൾ ഇതുമല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഈ BCD എന്ന് പറയുന്ന 3 ഓപ്ഷനും അല്ല, ഫ്രീക്വൻസി ഡിക്രീസ് ആകുമ്പോൾ വേവ് ലെങ്ത് ഇൻക്രീസ് ആവും. ഇങ്ങനെ വരുന്ന ഓപ്പോസിറ്റ് കേസാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ആവുകയാണെങ്കിൽ എന്താവും, വേവ് ലെങ്ത് ഡിക്രീസ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ ആൻസർ താഴെ കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി ഡിക്രീസസ് ആസ് വേവ് ലെങ്ത് ഇൻക്രീസസ്. അപ്പോൾ കാരണം എന്താണ്, നമ്മൾ ആ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ സ്പീഡ് എന്ന് പറയുന്നത്, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഒന്ന് ഇൻക്രീസ് ആകുമ്പോൾ മറ്റൊന്ന് ഡിക്രീസ് ആവും. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു 4 റേ ഡയഗ്രാംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് പിക്ചറാണ് ലൈറ്റ് റേൻ്റെ കറക്റ്റ് പാത്ത് കാണിക്കുന്നത്. ഇതൊരു കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ കോൺകേവ് ലെൻസിൽ ലൈറ്റ് റേസിൻ്റെ കറക്റ്റ് പാത്ത് സൂചിപ്പിക്കുന്ന ഏത് പിക്ചറാണ്
എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡൈവേർജിങ് ലെൻസ് ആണ്. അതായത് ലൈറ്റ് റേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് അപ്പിയർ ടു ബി ഡൈവേർജിങ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 പിക്ചർ നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റിലേക്ക് എന്താവാണ്, കൺവേർജ് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബി പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ആണ്, സിയും ഒരു പോയിന്റിലേക്ക് കൺവേർജ് ആണ്. നമ്മുടെ തിയറി അനുസരിച്ചിട്ട് ഒരു പോയിന്റിൽ നിന്നും ലൈറ്റ് റേസ് ഡൈവേർജ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The deviation that occurs when a light ray passes through a prism is shown in the figure. അപ്പോൾ ഈ ഫിഗറിൽ ഡീവിയേഷൻ നടക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ ഡീവിയേഷന് കാരണമാവുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രം ആണ് കാരണം. രണ്ടാമത്തെ വരുന്നത് വേവ് ലെങ്ത് ആണ് കാരണം എന്നുള്ളതാണ്. മൂന്നാമത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ഫാക്ടർ അല്ല, വേവ് ലെങ്ത് ആണ് കാരണം. ഇനി 4ാമത്തെ ഓപ്ഷൻ പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത്തും കാരണമാകുന്നു. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് എന്തായിരിക്കും, ഒരു പ്രിസത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നടക്കുന്നത് റിഫ്രാക്ഷൻ ആയിരിക്കും. ദെൻ റിഫ്രാക്ട് ചെയ്തതിന് ശേഷമാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്, മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. അപ്പം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തേർഡ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനും ക്യാൻസൽ ചെയ്യുക, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാത്രം കൊണ്ട് നടക്കുന്നതല്ല. പിന്നെ നടക്കുന്നതാണ് റിഫ്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതാണ് എന്ത്, ഈ ഡീവിയേഷൻ. അപ്പോൾ അത് വേവ് ലെങ്ത് കൊണ്ട് നടക്കുന്നതാണ്. ഓരോ ലൈറ്റിൽ അതുപോലെ തന്നെ ഓരോ കളേഴ്സിനും ഓരോ വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നടക്കുന്ന, അപ്പോൾ ഈ വേവ് ലെങ്ത് മാത്രം കൊണ്ട് നടക്കുന്നതും അല്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഇത് രണ്ടും ചേരുമ്പോഴാണ് എന്ത് നടക്കുന്നത്, ഡീവിയേഷൻ നടക്കുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേണം, വേവ് ലെങ്ത്തും വേണം. ഇതാണ് മെയിൻ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 to 11. അതിൽ ആദ്യത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് കണ്ണട മേടിച്ചപ്പം. അതിൽ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്നത് +1 ഡയോപ്റ്ററാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ, വാട്ട് ഡസ് ഡി ഇൻഡിക്കേറ്റ്. അതാണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ ഈ സ്പെക്ടക്കിൾസിലെ ലെൻസ് എന്ത് ടൈപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രിസ്ക്രിപ്ഷനിൽ എന്താ എഴുതിയിട്ടുണ്ടാവുക, ലെൻസിൻ്റെ പവർ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, പവറിൻ്റെ എന്താണ് മെഷർമെൻറ്റ്. SI യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഡയോപ്റ്റർ എന്ന് പറയുന്ന ഡി. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ലെൻസിൻ്റെ പവറാണ്, പോസിറ്റീവാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതൊരു കോൺവെക്സ് ലെൻസ് കൂടി ആണ്. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ പവർ ഓഫ് ലെൻസ് ആണ് പറയുന്നത്, ഡി എന്ന് പറയുന്ന ഡയോപ്റ്റർ ആണ്, അതാണ് നമ്മുടെ പവർ ഓഫ് ലെൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസ് ആണ്, കാരണം എന്തായിരുന്നു, പവർ പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഒരു കോൺകേവ് ലെൻസ് ആയിരിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്തത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ തന്നെ എ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, എ എന്ന് പറയുന്ന ഓർ ക്വസ്റ്റ്യൻ. ഇത് ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിൽ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റ്, ഇമേജിൻ്റെ ഡിസ്റ്റൻസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് മാത്രമാണ്, ഫോക്കൽ ലെങ്ത് മാത്രമാണ്. ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, എല്ലാ വിവരവും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഇതാണ് OB എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, IM എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റയൊക്കെ ആദ്യം എടുത്തെഴുതാം. അപ്പോൾ U = -20, അതായത് നമ്മുടെ കാർട്ടീഷ്യൻ കൺവെൻഷൻ അനുസരിച്ച്
ഈ ഭാഗം നെഗറ്റീവാണ്, നെഗറ്റീവ് നമ്പേഴ്സ്, ഇത് പോസിറ്റീവാണ്. സോ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലായതുകൊണ്ട് -20 സെൻറ്റിമീറ്റർ യു എടുത്തു. ദെൻ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നതാണ് 80 സെൻറ്റിമീറ്റർ. ഇത് പോസിറ്റീവ് സെക്ഷനാണ്. സോ +80 ഫോക്കൽ ലെങ്ത് മാത്രം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ലെൻസ് ഫോർമുലയിൽ വിയും യുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ലെൻസ് ഫോർമുല നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ LCM എടുത്തിട്ട് ഇങ്ങനത്തെ വേർഷനിലും ചെയ്യാവുന്നതാണ്. ഞാനിതാണ് എടുത്തിരിക്കുന്നത്. അതിൽ യു എന്ന് പറയുന്നത് -20 × 80 ഡിവൈഡഡ് ബൈ എന്താണ് -20 - 80 എന്ന് എഴുതി. അപ്പോൾ ഇതിൽ 8 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. ബാക്കി ഈ 2 സീറോസ് എടുത്ത് എഴുതുക. അപ്പോൾ -1600 ഡിവൈഡഡ് ബൈ -20 - 80 എന്ന് പറയുമ്പോൾ എത്രയാണ്, രണ്ടും കൂടി പ്ലസ് ചെയ്യുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം എടുത്തിടുക. അപ്പം 80 + 20 100 ആണ്, -100 കിട്ടി. ഇവിടെ നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവായി, ഈ 4 സീറോസിനെയും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ 16/1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. F = 16 സെൻറ്റിമീറ്റർ. അതായത് ഫോക്കൽ ലെങ്ത് 16 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പെൻഡുലം 10 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 40 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനും രണ്ടാമത്തത് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, പീരീഡ് എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക, ടോട്ടൽ ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് ഓസിലേഷൻ ആണ്. അപ്പോൾ ഇതിൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 40 സെക്കൻഡ് ആണ്, നമ്പർ ഓഫ് ഓസിലേഷൻ 10 സെക്കൻഡ്. അപ്പോൾ നമുക്ക് പീരീഡ് കിട്ടി 4 സെക്കൻഡ്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഫ്രീക്വൻസി കണക്കാക്കാനാണ്. അപ്പോൾ പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്, 1/പീരീഡ് = ഫ്രീക്വൻസി ആണ്. അപ്പോൾ 1/4 സെക്കൻഡ് = എത്രയാണ് ഫ്രീക്വൻസി വരുന്നത്, 0.25 ഹേർട്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ എർത്ത്ക്വേക്സ്, വോൾക്കാനിക് ഇറപ്ഷൻ. അപ്പോൾ ഇവരെല്ലാം മേജർ ഡിസാസ്റ്റർ ഉണ്ടാക്കുന്ന ഫിനോമിനൻസ് ആണ്. അപ്പോൾ ഈ എർത്ത്ക്വേക്കും വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവാനുള്ള വേവ്സ്, അത് എന്ത് വേവ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ എർത്ത്ക്വേക്സ് റെക്കോർഡ് ചെയ്യുന്നത് ഏത് സ്കെയിലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എർത്ത്ക്വേക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു, സീസ്മിക് വേവ്സ് ആണ്. എർത്ത്ക്വേക്ക് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻറ്റൻസിറ്റി റെക്കോർഡ് ചെയ്യുന്നത് എന്ത് സ്കെയിലാണ്, റിച്ചർ സ്കെയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു സ്കൂബ ഡൈവർ സോണാർ സിഗ്നൽ സെൻഡ് ചെയ്യണം. അപ്പോൾ ഈ സെൻഡ് ചെയ്ത സോണാർ സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി റിട്ടേൺ വരികയാണ് 0.5 സെക്കൻഡ്സിൽ. ഇപ്പോൾ ഇതൊരു സോണാർ സിഗ്നലാണ്, ഇതിങ്ങനെ ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടി തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സോണാർ സിഗ്നൽ എന്ന് പറയുന്നത് സൗണ്ട് ആണല്ലോ. അപ്പോൾ വാട്ടറിൽ സൗണ്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1500 m/s ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒബ്സ്റ്റക്കിളിൽ തട്ടി തിരിച്ചു വന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഒബ്സ്റ്റക്കിൾ എത്ര ദൂരത്താണ് ഇരിക്കുന്നത്, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്സ്റ്റക്കിൾ എത്ര ദൂരത്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് തട്ടി തിരിച്ചു വന്നിട്ടുള്ള സമയം കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസിൽ ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ഇൻറ്റു ടൈം ചെയ്യുക. അപ്പോൾ 1500 ഇൻറ്റു 0.5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 750 മീറ്റർ ആണ്. അതായത് ഇത് മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ആ ഒബ്സ്റ്റക്കിൾ വരെ പോയി ആ ഒബ്സ്റ്റക്കിളിൽ നിന്ന് തിരിച്ചു വന്ന മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് ആണ് 750 മീറ്റർ എന്ന് പറയുന്നത്. ആ ഒബ്സ്റ്റക്കിൾ മാത്രം, അതിൻ്റെ മാത്രം ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ 750നെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റൻസ് ടു ദ ഒബ്സ്റ്റക്കിൾ കിട്ടും, അതായത് 375 മീറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ ഉള്ള വേവ് പാറ്റേൺ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ടൈപ്പ് വേവ് പാറ്റേൺ ആണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വേവ് പാറ്റേണിൻ്റെ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊരു പാരലൽ മൂവ്മെൻറ്റ് ഓഫ് വേവ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ പാരലൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് അറിയാലോ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ദെൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാന്നുണ്ടെങ്കിൽ എന്താണ്, അതിൽ പാർട്ടിക്കിൾസ് എല്ലാം പാരലലായിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ റീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്, കംപ്രഷനും റെയർഫാക്ഷനും ആണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, എല്ലാ
പാർട്ടിക്കിൾസും ക്ലോസ്ലി പാക്ക്ഡ് ആയിട്ട് നിൽക്കുന്ന റീജിയൻസ് ആണ്. കംപ്രഷൻ എന്ന് പറയുന്നത്, റെയർഫാക്ഷൻ എന്ന് പറയുന്നത് മൊത്തം സ്പ്രെഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന റീജിയൻസ് ആണ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നേരത്തെ കാണിച്ച ഫിഗറിൻ്റെ തന്നെ എ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്ത്. ബി പാർട്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതായത് 6 കംപ്രഷനും 6 റെയർഫാക്ഷനുമാണ് ഈ ഒരു വേവ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതും 2 സെക്കൻഡിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്രഷനും ഒരു റെയർഫ്രാക്ഷനും അടങ്ങിയതാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6 കംപ്രഷൻ 6 റെയർഫാക്ഷൻ. അതിനർത്ഥം 6 കംപ്ലീറ്റ് സൈക്കിൾസ് ആണ്. അപ്പോൾ 6 കംപ്ലീറ്റ് സൈക്കിൾസ് ആണ് 2 സെക്കൻഡ്സിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെ കണക്കാക്കാം? നമ്പർ ഓഫ് വേവ്സ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 ആണ് മൊത്തത്തിലുള്ള വേവ്സ് എന്ന് പറയുന്നത്, ഡിവൈഡ് ബൈ 2, അതായത് 2 സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? 3 ഹെർട്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കിവിടെ ഒരു പ്രിസം തന്നിട്ടുണ്ട്. ഈ പ്രിസത്തിലൂടെ സൺലൈറ്റ് പാസ് ചെയ്ത് ദെൻ ഡീവിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡീവിയേറ്റ് ചെയ്തിട്ട് ഇവിടെ 2 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പിയും ക്യൂവും. ഓക്കെ, അപ്പോൾ ഈ പി ക്യൂ എന്ന് പറയുന്നത് ഏതൊക്കെ കളേഴ്സാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് നോക്കുക. ആർക്കായിരിക്കും കൂടുതൽ ഡീവിയേഷൻ? ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ള ആൾക്കാർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് വയലറ്റ് കളറാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്? വയലറ്റ് ആണ്. ദെൻ ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴും റെഡ് കളറാണ്, കാരണം അതിന് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതുകൊണ്ട്. അപ്പോൾ പി എന്ന് പറയുന്നത് വയലറ്റ് ആണ്. ദെൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? റെഡ് കളറും ആണ്. ഇനി നെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ പാർട്ട് ബി ആണ്. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ പിയും ക്യൂവും വയലറ്റ് ആണ് അല്ലെങ്കിൽ റെഡ് ആണ് എന്ന് പറയാനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് കളേഴ്സിന് എന്താണ് പല വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിനെ അടിസ്ഥാനപരമായിട്ടാക്കിയിട്ടായിരിക്കും ഡിഫറെൻറ്റ് എമൗണ്ട്സിൽ ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റിയത് വയലറ്റിന് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആണ്, അതുകൊണ്ട് അത് കൂടുതൽ ഡീവിയേറ്റ് ആവും. അതുപോലെ തന്നെ റെഡിന് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ആണ്, അതുകൊണ്ട് അതെന്തായിരിക്കും? ലെസ് ഡീവിയേഷൻ ആയിരിക്കും നടക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 11th ക്വസ്റ്റ്യൻ്റെ, അതായത് ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ 11th എ എന്ന് പറയുന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ഒബ്ജക്റ്റ് നമ്മൾ കോൺവെക്സ് ലെൻസ് ആണ്, എഫിൻ്റെയും 2Fൻ്റെയും നടുവിൽ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ ഇതിൽ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക എന്നുള്ള ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഫോം ചെയ്ത ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കും. അപ്പോൾ നമ്മൾ ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോൺവെക്സ് ലെൻസിൻ്റെ എഫിലും 2Fലും വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇമേജ് എവിടെ വരുന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. എഫിലും 2Fൻ്റെയും നടുവിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2Fൻ്റെ ബിയോണ്ടിലാണ് ഇമേജിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയാലോ ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും അതൊരു റിയൽ ഇമേജ് ആണ്. അപ്പോൾ റിയൽ ഇമേജ് ആണെന്നുള്ളത് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയി. പിന്നെ എന്തായിരിക്കും? ഇൻവേർട്ടഡ് കൂടി ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ കാട്ടിയും കുറച്ച് വലുതായിട്ടാണ് ഇമേജ് ഫോം ആയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എൻലാർജ്ഡ് കൂടി അല്ലെങ്കിൽ മാഗ്നിഫൈഡ് കൂടി ആണെന്ന് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് എഴുതാം. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾക്ക് പുറമെ വീഡിയോ നോട്ട്സുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിന് വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെൻറ്ററിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 11B. ഇതിൽ ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അതിന് നമ്മളൊരു കോൺകേവ് ലെൻസിൻ്റെ 28 സെൻറ്റിമീറ്റർ അകലെ വെച്ചിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇമേജിൻ്റെ ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ്. ദെൻ അതിനുശേഷം ഇതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു ഇമേജിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ആ ഇമേജ് എവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ്? F = -20 സെൻറ്റിമീറ്റർ, U എന്താണ്? -28 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ ലെൻസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്തിട്ട് അറിയാലോ, F അറിയാം, U അറിയാം. ഇനി എന്താണ്? V കണ്ടുപിടിച്ചാലായിട്ട് മാത്രം മതി. അപ്പോൾ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. എത്രയാണ്? 11.67 സെൻറ്റിമീറ്റർ, -11.67 സെൻറ്റിമീറ്റർ.
ഇനി ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ ആണ് കണ്ടത്. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല നമുക്ക് V/U ചെയ്യാം. ഓക്കെ, അപ്പോൾ V/U ചെയ്ത് കഴിഞ്ഞാൽ 0.417 എന്ന് കിട്ടി. ഇനി മാഗ്നിഫിക്കേഷൻ കിട്ടിയല്ലോ, അപ്പോൾ നമുക്കിതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? 5 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത്. അപ്പോൾ നമ്മളോട് ഒരു ഡയഗ്രാം കൂടി വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലുള്ള നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് 28 സെൻറ്റിമീറ്റർ, ദെൻ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു കംപ്ലീറ്റ് ഡയഗ്രാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ L എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ലെൻസാണ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്? ലൈറ്റ് റേസ് വരുന്നു, ലെൻസിൽ ഇൻസിഡൻ്റ് ആവുന്നു, നേരെ റിഫ്രാക്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നത്? ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ കൺവേർജിങ് ഏത് ലെൻസിൽ മാത്രമേ പറ്റുള്ളൂ? കോൺവെക്സ് ലെൻസിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം, ഏത് ടൈപ്പ് ലെൻസ് ആണെന്നുള്ളതാണ്. അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോൺവെക്സ് ലെൻസ് ആണ്. ജസ്റ്റിഫിക്കേഷൻ എന്താണ്? അതൊരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഇമേജിൻ്റെ പൊസിഷൻ? നമ്മൾ ഒബ്ജക്റ്റ് ബിയോണ്ട് 2F വെച്ചാലുള്ള ഇമേജിൻ്റെ പൊസിഷനാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് ഫോം ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആ ടേബിൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. F വെച്ചാൽ എങ്ങനെയാണ് ഇമേജ് വരിക, 2F വെച്ചാൽ എങ്ങനെയാണെന്നുള്ള ഒരു ടേബിൾ ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ അതിനുള്ള കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബിയോണ്ട് 2F എന്ന് പറയുമ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ബിറ്റ്വീൻ F ആൻഡ് 2F അതായത് ഇവിടെ 2Fൻ്റെ ബിയോണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എവിടെയായിരിക്കും? Fൻ്റെയും അതുപോലെ തന്നെ 2Fൻ്റെയും നടുവിലായിട്ടായിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക? ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എപ്പോഴും ധൈര്യമായിട്ട് പറയാം, ഏതാണ്? റിയൽ ഇൻവേർട്ടഡ് എന്നുള്ളത്. പിന്നെ പറയാനുള്ളത് ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ, സ്മോളർ ദാൻ ദി ഒബ്ജക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number indicating the magnification of the image obtained when an object is placed behind the principal focus of a lens is positive 1/3. What type of lens is this? Justify your answer. ഓക്കെ, അപ്പോൾ ഒരു ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ബിഹൈൻഡിലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് 1/3 ആണ്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ലെൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു കോൺകേവ് ലെൻസ് ആണ്. പിന്നെ എന്തുകൊണ്ട് നമ്മളതിന് കോൺകേവ് ലെൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ആണ്. അതായത് ആ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇമേജ് വെർച്വൽ ഡിമിനിഷ്ഡ് ഇറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാൻ കാരണം. പിന്നെ കോൺകേവ് ലെൻസിന് മാത്രമായിരിക്കും ഇങ്ങനത്തെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ്, എബിലിറ്റി. ഓക്കെ, അപ്പോൾ ബി പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റ് 2F വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നതിൻ്റെ റേ ഡയഗ്രാം ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. നമ്മൾ ഒബ്ജക്റ്റിൽ ഇത് F ആണ്, അപ്പോൾ 2F എന്ന് പറയുമ്പോൾ തൊട്ട് ബാക്കിൽ. അപ്പോൾ 2F വെച്ച് കഴിഞ്ഞാൽ ഇമേജ് കറക്റ്റ് Fൻ്റെയും അതുപോലെ തന്നെ ഈ ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും നടുവിലായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് താഴെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൽ O മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. അപ്പോൾ ഈ വേവ്സ് ഈ 60 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 0.2 സെക്കൻഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 2 വേവ്സിൻ്റെയും ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒന്ന് വേവ് ലെങ്ത് വേണം, ഒന്ന് സ്പീഡ് ഓഫ് ദ വേവ് വേണം. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ടൈം ഉണ്ട്. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻസ് 60 ആണ്, ടൈം 0.2 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ എന്താണ് സ്പീഡ് ഓഫ് ദ വേവ് കിട്ടി 300 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ വേവ് എന്ന് പറയുമ്പോൾ അത് 3 സൈക്കിൾ. ഇപ്പോൾ ഇവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നമ്മൾ ക്രസ്റ്റ് ആൻഡ് ട്രോഫ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ക്രസ്റ്റ് ഒരു ട്രോഫ്. അപ്പോൾ ഒരു ക്രസ്റ്റും ഒരു ട്രോഫും ചേരുന്നതാണ് ഒരു സൈക്കിൾ. അങ്ങനെ ഇവിടെ നമുക്ക് 3 സൈക്കിളാണുള്ളത്.
3 കംപ്ലീറ്റ് സൈക്കിൾസ്, അതായത് ഈ 60 മീറ്ററിൽ 3 കംപ്ലീറ്റ് സൈക്കിൾസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വരുന്നത്? അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 60/3 = 20 മീറ്റർ. അപ്പോൾ ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. നമുക്ക് സ്പീഡ് ഓഫ് ദ വേവ് ആയി, വേവ് ലെങ്ത് ആയി. അപ്പോൾ സ്പീഡ് ഓഫ് ദ വേവ് ബൈ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ 300/20. അപ്പോൾ ഫ്രീക്വൻസി കിട്ടി 15 ഹെർട്സ്. ഇനി അടുത്തത് നമ്മൾ വേവ് 2, നമ്മൾ നേരത്തെ മുകളിലത്തെ വേവിൻ്റെ ആയിരുന്നു കണ്ടുപിടിച്ചത്, ഇനി താഴത്തെ വേവ്. ഓക്കെ, അപ്പോൾ ഫോർ ദ ബോട്ടം വേവ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അപ്പം സ്പീഡൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, 300 മീറ്റർ/സെക്കൻഡ്. പക്ഷേ ഇവിടുത്തെ കാൽക്കുലേഷനാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ കാരണം 2 സൈക്കിളാണ്. സോ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ 60/2 വെച്ച് ചെയ്യണം. ദെൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ സ്പീഡ് ഓഫ് ദ വേവ് ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയ വേവ് ലെങ്ത്. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ വേവിൻ്റെ ഫ്രീക്വൻസി 10 ഹെർട്സ് ആണ് വരുന്നത്. ഇവിടുത്തെ ഒരു കാൽക്കുലേഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ജസ്റ്റ് 2 സൈക്കിൾ ആയതുകൊണ്ട് 60/2 എന്ന് ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ബോർഡിൽ നമ്മൾ അയൺ നെയിൽസ് അതുപോലെ തന്നെ കോപ്പർ വയർസ് വെച്ചിട്ട് കെട്ടിയിട്ട് 2 ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു ബോർഡിൻ്റെ മേലെ. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പേപ്പർ റൈഡർ, അതായത് ഒരു പേപ്പർ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 512 ഹെർട്സ് ട്യൂണിംഗ് ഫോർക്ക് നമ്മുടെ ഈ പറയുന്ന ബോർഡിൻ്റെ മേലെ വെച്ച സമയത്ത് വയർ ബി, അതായത് വയർ ബി എന്ന് പറയുന്നതാണ്, വയർ ബിയിലുള്ള പേപ്പർ റൈഡറാണ് പറന്നത്. അപ്പോൾ ഈ വയർ ബിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാലോ, ഒരു എക്സ്റ്റേണലിൻ്റെ ഫ്രീക്വൻസി, അതായത് എക്സ്റ്റേണൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ നമ്മുടെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി 512 ആണ്. അപ്പോൾ മറ്റേ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഇതേപോലെ വൈബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുത്ത, അതായത് ട്യൂണിംഗ് ഫോർക്കുള്ള ഒരു എക്സ്റ്റേണൽ സോഴ്സിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അവിടെ ആ ഒരു വൈബ്രേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വയർ ബി എന്ന് പറയുന്നതിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? നാച്ചുറൽ ഫ്രീക്വൻസി സെയിം 512 തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യുക? വൈബ്രേറ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷം അത് ചെയ്യില്ല. അപ്പോൾ ഈ പറയുന്ന നാച്ചുറൽ ഫ്രീക്വൻസിയും ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് പറയും? റെസൊണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി ബിയും സിയും ആണുള്ളത്. ബിയിൽ എന്താ വരുന്നത് വെച്ചാൽ, വയർ എയിൻ്റെ ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് വയർ ബിയുമായിട്ട്? അപ്പോൾ വയർ ബിൻ്റെയും എയിൻ്റെയും ഇപ്പോൾ 512 തന്നെയാണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ വയർ എയും എന്താണ്? റെസൊനേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വയർ എയിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അതല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ്. അതാണ് ഇതിൻ്റെ ആൻസർ. പിന്നെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി, ഒരു ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, സൈസ്, എലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു 2 എണ്ണം എഴുതിയാലും മതിയാവും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഫസ്റ്റ് വൺ, നാച്ചുറൽ ഫ്രീക്വൻസി തികച്ചും വ്യത്യസ്തമാണ്, 512 അല്ല, വേറെന്തുമാണ്, അതുകൊണ്ടാണ് അത് റെസൊണേറ്റ് ചെയ്യാതിരുന്നത്. പിന്നെ രണ്ടാമത്തേത് വരുന്നത് 2 ഫാക്ടർ എഴുതാനാണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്തും നേച്ചർ ഓഫ് ദ മെറ്റീരിയലും 2 ഫാക്ടേഴ്സാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോൺ ദാറ്റ് സൺലൈറ്റ് കണ്ടെയ്ൻസ് മെനി ടൈപ്സ് ഓഫ് റേഡിയേഷൻ ബിസൈഡ്സ് വിസിബിൾ ലൈറ്റ്. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ്, സൺലൈറ്റിൽ വിസിബിൾ ലൈറ്റ് കൂടാതെ തന്നെ പല ടൈപ്പിലുള്ള റേഡിയേഷൻസും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് സോളാർ റേഡിയേഷൻ, അതായത് ഹീറ്റിന് റെസ്പോൺസിബിൾ ആവുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത്? എക്സ്റേ തന്നിട്ടുണ്ട്, ഇൻഫ്രാറെഡ് തന്നിട്ടുണ്ട്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സോളാർ റേഡിയേഷന് റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ടൈപ്പ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന റേഡിയേഷൻ ഏതാണ്? പിന്നെ റേഡിയേഷൻ്റെ വാക്വത്തിലെ സ്പീഡ് എത്രയാണ്? അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. രണ്ടാമത്തത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്, വിറ്റമിൻ ഡി ഉണ്ടാവാൻ UV റേസ് കൊള്ളണം എന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഓഫ് ദ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക്
ഒരു കോൺവെക്സ് ലെൻസ് തന്നിട്ടുണ്ട്. ആ കോൺവെക്സ് ലെൻസിൽ എഫിൻ്റെയും ലെൻസിൻ്റെയും നടുവിൽ OB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഫിഗർ. ഈ ഫിഗറിനെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ അതായത് ഫോക്കസ് പോയിന്റിൻ്റെയും ഒപ്റ്റിക് സെൻറ്ററിൻ്റെയും നടുവിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുക? 2Fൻ്റെയും Fൻ്റെയും നടുവിൽ, അതായത് ബിഹൈൻഡ് ദി ഒബ്ജക്റ്റിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു മാഗ്നിഫയിങ് ഗ്ലാസിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാഗ്നിഫയിങ് ഗ്ലാസ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ അടുത്തേക്ക് ഒബ്ജക്റ്റ് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് മാഗ്നിഫൈഡ് ആവും, സെയിം സൈഡിലേക്ക് ഇമേജ് വരും, എൻലാർജ്ഡ് ആയിരിക്കും ഇമേജ് എന്നെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ നേരത്തെ ചോദ്യത്തിൻ്റെ B ക്വസ്റ്റ്യൻ ആണിത്. അതായത് നമ്മൾ കണ്ടുപിടിച്ച ഇമേജിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക് എഴുതാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇതൊരു മാഗ്നിഫയിങ് ഗ്ലാസിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ മാഗ്നിഫൈഡ് ഗ്ലാസ് പറഞ്ഞാൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. പിന്നെ നമുക്ക് സ്ക്രീൻ വെച്ചാൽ കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്. സ്ക്രീൻ വെച്ചാൽ കാണാനും സാധിക്കില്ല, കാരണം ഒബ്ജക്റ്റിൻ്റെ ബാക്കിലായിട്ടാണ് ഇമേജ് തന്നെ ഫോം ആയിരിക്കുന്നത്. സോ വെർച്വൽ ഇമേജ് ആണ്. അപ്പോൾ ഇതാണ് 2 ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഫീച്ചറാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫീച്ചർ 1 എന്ന് പറയുന്നത്, A എന്ന് പറയുന്ന ഫീച്ചർ പറയുന്നത് ഐപീസും ഒബ്ജക്റ്റീവ് ലെൻസും വളരെ സ്മോൾ ആണ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്നാണ് പറയുന്നത്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐപീസിനേക്കാളും കൂടുതലാണ്. ഇനി മൂന്നാമത്തത് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐപീസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐപീസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. ലാസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ഫീച്ചർ. ഓക്കെ, ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ തന്നെ പാർട്ട് B ആണ്. എങ്ങനെയാണ് ഒരു സ്മോൾ ഒബ്ജക്റ്റ് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ലാർജർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലാർജർ ഇമേജ് ആയി കാണുന്നത്? അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ഉള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന സ്മോളർ ഒബ്ജക്റ്റ് അടുത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും ആദ്യം ഫോം ചെയ്യുന്നുണ്ടാവുക. പിന്നീട് നമുക്കറിയാം ഒബ്ജക്റ്റീവ് ലെൻസ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഐപീസ് ലെൻസിലേക്ക് പോകണം. അപ്പോൾ ഐപീസ് ലെൻസ് ഈ പറയുന്ന റിയൽ ഇൻവേർട്ടഡ് ഇമേജിനെ ഒരു ഒബ്ജക്റ്റ് ആക്കി എടുത്ത് ദെൻ അതിനെ വീണ്ടും ഒരു ലാർജ് വെർച്വൽ ഇറക്റ്റ് അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫൈനലി നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ഐപീസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന ആ ഒരു പോർഷൻ, ഒബ്സർവറിൻ്റെ ഐ എവിടെയുള്ളത് അതാണ് ഐപീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത്, ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു 15 സെൻറ്റിമീറ്റർ എവേ ആണ്. അപ്പോൾ നമുക്ക് എവിടെ സ്ക്രീൻ വെച്ചാലായിട്ടാണ് ഒരു ക്ലിയർ ഇമേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇവിടെ സ്ക്രീൻ വെച്ചിട്ട് ഇമേജ് എവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നതാണ് ചോദ്യം. അപ്പോൾ സ്ക്രീൻ വെച്ചാൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു ലെൻസ് മാത്രമാണ്, അത് കോൺവെക്സ് ആണ്. അപ്പോൾ ഇത് കോൺവെക്സ് ലെൻസിൻ്റെയാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിയൽ ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു കോൺവെക്സ് ലെൻസ് ആയിരിക്കണം. അപ്പോൾ ഫോക്കൽ ലെങ്ത് +10 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം എടുത്തെഴുതി യൂസിങ് ദ ലെൻസ് ഫോർമുല നമുക്ക് കിട്ടി V എന്ന് പറയുന്നത്, അതായത് ഇമേജിന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതായത് നമുക്കൊരു 30 സെൻറ്റിമീറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീൻ വെച്ചാൽ ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ഇമേജിൻ്റെ ഹൈറ്റാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല V/U. അപ്പോൾ V എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ആണ് 30 ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് -15. അപ്പോൾ നമുക്ക് -2 എന്ന് കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റോട് തന്നിട്ടുണ്ട് 1.2 സെൻറ്റിമീറ്റർ. അപ്പം 1.2 സെൻറ്റിമീറ്റർ × 2 എന്ന് ചെയ്യുമ്പോൾ -2.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം
ഇമേജ് എന്താണ് ഇൻവേർട്ടഡ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 18th ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലാസ് റൂമിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി 320 ഹെർട്സ് ആണ്. സിമിലർ ഇതേപോലുള്ള മറ്റൊരു ടേബിൾ കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ടേബിളിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേബിൾ ഉണ്ടാക്കുന്ന വൈബ്രേഷൻ എത്ര ടൈംസ് ആയിരിക്കും ഒരു സെക്കൻഡിൽ? അതാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ഫസ്റ്റ് ടേബിളിൻ്റെ മേലെ നമ്മളൊരു 256 ഹേർട്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് വൈബ്രേഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? ആ വൈബ്രേഷൻ്റെ പേരെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? 320 ഹേർട്സ് തന്നെയായിരിക്കും. കാരണം എന്താണ്? ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യുന്നതാണ്, ഓരോ സെക്കൻഡിലും റിപ്പീറ്റ് ചെയ്യുന്നത്, പെർ സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 320 ആണ് അതിൻ്റെ ഫുൾ ഹേർട്സ് എങ്കിൽ 320 ടൈംസ് ആയിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കാരണം എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻ പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ 320 ഹേർട്സ് എന്ന് പറഞ്ഞാൽ 320 ടൈംസ് ആണ് വൈബ്രേഷൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മറ്റൊരു ഒബ്ജക്റ്റിനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ആണല്ലോ. ഈ ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ 256 ഹേർട്സ് ആണ്. ഇത് ടേബിളിൻ്റെ മേലെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ടേബിളും വൈബ്രേറ്റ് ആവും. അപ്പോൾ ടേബിളിനെ ഫോഴ്സ് ചെയ്യണം. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് വൈബ്രേഷൻ നമ്മൾ എന്താ പറയുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സി പാർട്ടാണ്. ഈ പറയുന്ന 256 ഹേർട്സ് ഉള്ള ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ രണ്ടാമത്തെ ടേബിളിൽ വെക്കുകയാണ്. നമ്മൾ പറഞ്ഞു ക്ലാസ് റൂമിൽ ആ 2 സിമിലർ ടേബിൾസ് ഉണ്ട്. അതിൽ ആ ഫസ്റ്റ് ടേബിളിൻ്റെ കേസ് നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ടേബിൾ. അപ്പോൾ ആ രണ്ടാമത്തെ ടേബിളിൽ ഈ സെയിം ട്യൂണിംഗ് ഫോർക്ക് വെക്കുക എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ലൗഡ് സൗണ്ട് കേട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? 256 ഹേർട്സ് തന്നെയാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 256 ആണ്. അപ്പോൾ അത് സെയിം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതായത് ഈ 256 ഹേർട്സ് ഉള്ള സെയിം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ലൗഡർ ആംപ്ലിറ്റ്യൂഡിൽ അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു നമ്മളൊരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫിനോമിനൻ. ഇതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടേബിൾ സെക്കൻഡിൻ്റെ 256 ആണ് നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ അത് ലൗഡ് സൗണ്ട് ഉണ്ടാക്കിയതിൻ്റെ കാരണം റെസൊണൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് 18ലെ ഓർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എയറിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേവ് ലെങ്ത് 70 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹ്യൂമൻസിന് ഈ ഒരു സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ഈ ടൈപ്പ് സൗണ്ടിന് എന്താ നമ്മൾ പറയുക എന്നുള്ളതും മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം ഫ്രീക്വൻസിയാണ് ആദ്യം കണക്കാക്കേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി എങ്ങനെ കണക്കാക്കുക? നമ്മളുടെ സ്പീഡ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് എന്ന് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്പീഡ് ഡിവൈഡ് ബൈ വേവ് ലെങ്ത് ചെയ്യുമ്പോൾ 5 ഹേർട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഹ്യൂമൻ്റെ ഹിയറിംഗ് റേഞ്ചിനേക്കാളും തീരെ താഴെയാണ്, നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് സൗണ്ടിന് നമ്മൾ പറയുന്നതാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന്. അപ്പോൾ 18Bൻ്റെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ് സിയും ഡിയും. അതിൽ സി ക്വസ്റ്റ്യൻ പറയുന്നത് ഓഡിബിൾ റേഞ്ച് ഏതാണെന്നാണ് ഹ്യൂമൻസിൻ്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓഡിബിൾ റേഞ്ചിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയുള്ള സൗണ്ട് വേവ്സിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. അപ്പം ഓഡിബിൾ റേഞ്ച് ഓഫ് എ സൗണ്ട് എന്ന് പറയുന്ന ഓഫ് എ ഹ്യൂമൻസ് എന്ന് പറയുന്നത് എന്താണ്? 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് ആണ്. ദെൻ ഈ ഓഡിബിൾ റേഞ്ചിനേക്കാളും കൂടിയ ഫ്രീക്വൻസിയുള്ള സൗണ്ട് വേവ്സിനെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയും. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.